Good afternoon. രണ്ടു മൂന്ന് ദിവസമായില്ലേ കണ്ടിട്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഓക്കെ സുഖാണ് അല്ലേ? ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോയവരാണോ ഇപ്പൊ ജോയിൻ ചെയ്യണേ? പേര് ഇപ്പൊ കേറിയിട്ടുണ്ട്. അപ്പോ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ് അല്ലേ? ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് ഓഫ് പർച്ചേസിംഗ് ആൻഡ് ഓൾഡ്. പേജ് നമ്പർ ഒന്ന് അച്ഛമിക്ക് ഇട്ട് കൊടുത്തേ, എത്രയാന്നുള്ളത്? 111. ഓക്കെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മള് ഓൾഡ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്ന 4 സോഴ്സുകൾ അല്ലെ? ഡയറക്ട്ലി ബൈ ഫ്രം ദി ഓണറിന് വാങ്ങാം, യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് വാങ്ങാം, ബ്രോക്കേഴ്സ്, ദെൻ ഓപ്ഷണറീസ്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് പറഞ്ഞില്ലേ നമ്മൾ 3 എണ്ണം? പറഞ്ഞായിരുന്നോ? ഇതുകൂടിയാണോ പറഞ്ഞു നിർത്തിയത്? എന്തൊക്കെയാണ് നമ്മള്? ഇല്ല, പറഞ്ഞില്ല. അപ്പൊ അവിടെ വരിക നമ്മൾ തീർച്ചയല്ലേ? പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഇനി നെക്സ്റ്റ് ഹെഡിങ് നോക്കി, ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഇനി ഒരു ഓൾഡ് എക്യുപ്മെന്റ്, ഒരു പഴയ എക്യുപ്മെന്റ്സ് നമ്മൾ വാങ്ങുവാണെങ്കിൽ എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജുകൾ? എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മൾ പുതിയത് വാങ്ങണ അത്ര പെർഫെക്ഷൻ ഉണ്ടാവോ? പഴയതാണെങ്കിൽ നമുക്ക് അതിന്റെ ആ എക്കണോമിക് ലൈഫ് പീരീഡ് നമുക്ക് ഇത്ര നാള് നിൽക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ? ഒന്നാമത്തെ പോയിന്റ് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? എക്കണോമിക് ലൈഫ് പീരീഡ് ഓഫ് പർട്ടിക്കുലർ എക്യുപ്മെന്റ് കനോട്ട് ബി അസർട്ടൻ. അസർട്ടൻ എന്ന് വെച്ചാൽ തിട്ടപ്പെടുത്തുക. അസർട്ടൻ തിട്ടപ്പെടുത്തുക. അവിടെ എക്കണോമിക് ലൈഫ് പീരീഡ് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം കേട്ടോ. എക്കണോമിക് ലൈഫ് പീരീഡ് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതായത് ഇത്ര വർഷം നിൽക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? പുതിയതിന്റെ ഗ്യാരണ്ടി പോലെ നമുക്ക് പഴയ ഒരു എക്യുപ്മെന്റ് വാങ്ങുകയാണെങ്കിൽ 5 വർഷം നിൽക്കും അല്ലെങ്കിൽ 3 വർഷം നിൽക്കും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അതിന്റെ എക്കണോമിക് ലൈഫ് പീരീഡ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ കഴിയില്ല. രണ്ടാമത് നോക്കിയേ, നോ ആഫ്റ്റർ സെയിൽ സർവീസ്. ഇനി വിൽപ്പനാനന്തര സേവനമില്ല. നമുക്ക് അത് സെയിൽ ചെയ്തു, നമ്മളത് വാങ്ങി, അത് കഴിഞ്ഞ് പിന്നെ പഴയ എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്ക് സെയിൽ ഉണ്ടോ? അവിടെ നമുക്ക് സർവീസ് തരും അവര്. നിങ്ങളെല്ലാവരും പഴയത് വാങ്ങുന്നതാണ് അല്ലെ? ഇപ്പൊ നമുക്ക് പുതിയതില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡിൽ ഓരോ സാധനങ്ങൾ വാങ്ങും. നമ്മൾ ആദ്യം ഫസ്റ്റ് ഹാൻഡിൽ നമ്മൾ ഈ പുതിയത് വാങ്ങുമ്പോൾ നമുക്ക് ആ സർവീസ്, സെയിൽ സർവീസ് ഉണ്ട് അല്ലെ? നമുക്കത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കംപ്ലൈന്റ്, ഇപ്പൊ 2 വർഷത്തെ ഗ്യാരണ്ടി, 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരികയാണെങ്കിൽ അവര് തന്നെ ശരിയാക്കി തരും നമുക്ക് അല്ലെ? ഇവിടെയോ പഴയതാണെങ്കിൽ പിന്നെ അത് നമ്മൾ എത്ര രൂപയാന്ന് വെച്ചാൽ അത് കൊടുത്ത് മേടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് സർവീസ് തരും അവര്. നമ്മൾ ഇത്ര നാളത്തേക്ക് ഉപയോഗിക്കാൻ ഒരു ഗ്യാരണ്ടി ഇല്ല അല്ലെ? നമുക്കത് കൊണ്ടുനടക്കാൻ പറ്റുന്നിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അല്ലെ? കുറെ നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ പൈസ കൊടുത്തതെങ്കിലും ഒന്ന് മുതലാക്കാന്നുള്ള രീതിയിൽ. ഇവിടെ കണ്ടോ, വിൽപ്പനാനന്തര സേവനമില്ല, അത് സെയിൽ കഴിഞ്ഞിട്ടുള്ള സർവീസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതിനു ശേഷം അതിന് നമുക്ക് വേറൊരു സർവീസും ഇല്ല. മെയിൻ്റനൻസ് ചാർജസ് ഹൈ. അടുത്ത് നോക്കി, മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, മെയിൻ്റനൻസ് ചാർജ് കൂടുതലായിരിക്കും. അത് നമുക്കറിയാം. പുതിയത് വാങ്ങി എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന നന്നാക്കാൻ കൊടുക്കുന്ന പൈസയുടെ പോലെയാണോ നമ്മൾ പഴയത് വാങ്ങി അതിന് എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചാർജ് കൂടുതലായിരിക്കും അല്ലെ? മെയിൻ്റനൻസ് ചാർജസ് ഹൈ. എന്തൊക്കെ പറഞ്ഞേ? എക്കണോമിക് പീരീഡ് നമുക്ക് തിട്ടപ്പെടുത്താൻ നിർണ്ണയിക്കാൻ പറ്റില്ല. സെയിൽ സർവീസ് അല്ലെ? നോ ആഫ്റ്റർ സെയിൽ സർവീസ്, നമുക്ക് വിൽപ്പനാനന്തര സേവനം തരുന്നില്ല. പിന്നെ മെയിൻ്റനൻസ് ചാർജ് കൂടുതലായിരിക്കും. അത് നോട്ട് ചെയ്തോ കേട്ടോ. 3 എണ്ണമാണ് നമുക്ക് പറയുന്ന ഡിസ്അഡ്വാൻറ്റേജിൽ വന്നത്. ഇനി അടുത്ത പോയിന്റ്, അടുത്ത ഹെഡിങ്, ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. ലീസിംഗ് എന്താണ് മീനിങ്? പാട്ടത്തിനെടുക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുക, അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സ് പാട്ടത്തിനെടുക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുക. അടുത്ത് നോക്കിയേ, ഒരു സെന്റൻസ് ഡെഫിനിഷൻ ആണ് അവിടെ തന്നേക്കണേ. ലീസിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ചസ് ബട്ട് ഓണർഷിപ്പ് cannot change.
നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്, ലീസിംഗ് എന്ന് പറഞ്ഞ എന്താ, is the process by which right to handle an equipment changes. ആ എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവകാശം മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. Then ownership doesn't change. ഓണർഷിപ്പ് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. എന്താ പറയാ, ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് ഞാൻ ധന്യക്ക് ലീസിങ്ങിന് തന്നു. അപ്പോ അതിന്റെ ഓണർ ഞാൻ ധന്യക്ക് 2 ആഴ്ചത്തേക്കാണ് ധന്യ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ധന്യക്ക് അത് മേടിക്കാനുള്ള പുതിയത് മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് വാങ്ങിയെന്ന് കരുതാം. ഓക്കെ, അപ്പൊ 2 ആഴ്ചക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം മാറുകയാണ്. ഇനിയിപ്പോ 2 ആഴ്ചക്ക് എനിക്കാണ് അതിൽ അവകാശം. 2 ആഴ്ചത്തേക്ക് എന്താ ലീസിങ്ങിന് നമ്മൾ വാടകയ്ക്ക് തന്നെ എടുത്തു. അപ്പൊ 2 ആഴ്ച അതിന്റെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ധന്യക്ക് തന്നെയാണ്, അത് മാറുള്ളൂ അല്ലെ. ബട്ട് ഓണർഷിപ്പ് ഡസന്റ് ചേഞ്ച്. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തില്ല. ഓണർ ആരാ എന്റെ? ഞാനാണോ തന്നെയാണോ? ഓണർ ആരാ എന്റെ? ഞാൻ 2 ആഴ്ചക്ക് ലീസിങ്ങിന് തന്നോന്നുള്ളൂ, പക്ഷെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തില്ല. അവിടെ ഓണർ ഞാൻ തന്നെയല്ലേ. 2 ആഴ്ച കഴിയുമ്പോ തിരിച്ച് തന്നെ എനിക്ക് തരും അല്ലെ, ആ എക്യുപ്മെന്റ് തരും. അത് ഇത്രയും ദിവസം എടുത്തതിന്റെ ആ ഒരു എമൗണ്ടും എനിക്ക് തരും. ഓണർഷിപ്പ് മാറുന്നില്ല, പക്ഷെ ആ എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ചേഞ്ച് ചെയ്യുന്നു. അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നോക്കിയ? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, സെന്റൻസ് ചോദിക്കാറുണ്ട്. Dash is a process by which right to handle an equipment changes, but the ownership doesn't change. എല്ലാവരും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ ആ സെന്റൻസ് ടെക്സ്റ്റില് നോട്ട് ചെയ്തിട്ടാണ്. അതായത് ഒരു എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം മാറുന്നുണ്ട്, പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നോക്കിയ നെക്സ്റ്റ് സെന്റൻസ്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസോ. അതിന് വായിക്കുന്നത് ലെസോ എന്നാട്ടോ. LESSOR പ്രൊനൗൺസിയേഷൻ ലെസോ എന്നാണ്. ലെസോ, ദ പേഴ്സൺ ഹു ഗിവ്സ് ദ എക്യുപ്മെന്റ് ഫോർ റിലീസ്. ലീസിന് കൊടുക്കുന്ന ആള്, എക്യുപ്മെന്റ്സ് പാട്ടത്തിന് കൊടുക്കുന്ന ആള്, അദ്ദേഹമാണ് ലെസോ എന്ന് പറയുന്നത്. ചെയ്തിട്ടെ, the person who gives the equipment for lease. ലീസിന് കൊടുക്കുന്ന ആള് അല്ലെ, പാട്ടത്തിന് കൊടുക്കുന്ന ആള്, അദ്ദേഹമാണ് ലെസോ പറയുന്നത്. Then lessee, അടുത്തത് എന്താ? lessee, the person who acquire a particular equipment. ആ particular equipment acquire ചെയ്യുന്ന ആള്, അത് ഏറ്റെടുക്കുന്ന വ്യക്തി, അദ്ദേഹമാണ് lessee. അത് രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. The person who gives the equipment for lease is called a dash. മാറിപ്പോരുത്, ശ്രദ്ധിച്ചു നോക്കാം. എക്യുപ്മെന്റ്സ് പാട്ടത്തിന് കൊടുക്കുന്ന ആള്, കൊടുക്കുന്ന ആളാണ് ആര്? ലെസോ എന്ന് പറയുന്നത്. ലെസോ. എക്യുപ്മെന്റ് അക്വയർ ചെയ്യുന്ന ആളാണ്, അത് മേടിക്കുന്ന ആളാണ് ലെസി. ഇവിടെ ആരാണ് ലെസോ? ആരാണ്? ഞാനാണോ തന്നെയാണോ? ലെസോ ആരാണ്? ലെസോ ആരാ? ഇതിനകത്ത് മനസ്സിലായി നോക്കട്ടെ. ലെസോ ആരാ? ഓക്കെ, വെരി ഗുഡ്, മനസ്സിലായി. ഞാനാണ് അല്ലെ, ഞാനാണ് എക്യുപ്മെന്റ് കൊടുത്തത്, പാട്ടത്തിന് കൊടുത്ത ആള് അദ്ദേഹമാണ് ലെസോ എന്ന് പറയുന്നത്. ഇനി ലെസി ആരാ? അത് വാങ്ങിയ ആരാ? ധന്യ. ഓക്കെ, ധന്യാണ് അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട്. അപ്പൊ ധന്യാണ് ആര്? ലെസി എന്ന് പറയുന്നത്. രണ്ടും ക്ലിയർ ആയില്ലേ? 3 സെന്റൻസും അവിടെ നോട്ട് ചെയ്തിട്ടുള്ളതാണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ലെസോ ആരാ? ലെസി ആരാണ്? ലീസിങ് എന്താണ്? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ലീസിങ് ഈസ് ഡൺ. ഇനി എപ്പോഴാണ് നമ്മൾ ലീസിങ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് ഓൾറെഡി അല്ലെ. നമ്മൾ എപ്പോഴാണ് നമ്മൾ ഒരു പാട്ടത്തിന് അത് വാടകയ്ക്ക് എടുക്കുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഈസ് ഡൺ ഓൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്. ഫണ്ടിന്റെ കുറവ് അല്ലേ. ഇപ്പൊ ധന്യയുടെ കയ്യിൽ ആവശ്യത്തിന് പുതിയത് വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ ധന്യ ലീസിങ്ങിന് എടുക്കണ്ട അല്ലേ. അപ്പൊ എപ്പോഴും എന്താണ് നമ്മൾ ലീസിങ് എടുക്കണ്ടേ, പാട്ടത്തിന് എടുക്കേണ്ടി വന്നത് എന്ത് കാരണം കൊണ്ടാണ്? ഇസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. പൈസയുടെ കുറവ് മൂലം. ഒന്നാമത്തെ. ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ്സ് ആസ് എ ടെസ്റ്റ് റൺ. അടുത്ത് നോക്കിയേ, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. എന്താ പറഞ്ഞേക്കുന്നേ? അതായത് ഇപ്പൊ നമ്മളെ എന്താ എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങളുടെ പിള്ളേര് സൈക്കിൾ ഔട്ട് പഠിക്കാണ്. അപ്പൊ നിങ്ങൾ പുതിയ സൈക്കിൾ അങ്ങ് വാങ്ങിച്ചു കൊടുക്കോ? അവര് പഠിക്കണേ ഉള്ളോ?
പഠിക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്താ നമ്മള് സെക്കൻഡ് ഹാൻഡിന് അവിടെ നിന്ന് കിട്ടുമോ നോക്കിയിട്ട് പറയും നീ ഇതിനകത്ത് സൈക്കിൾ ചവിട്ടി പഠിക്കും. എന്നിട്ട് സൈക്കിളൊക്കെ നന്നായിട്ട് ചവിട്ടി പഠിച്ചു കഴിയുമ്പോ ഞാൻ പുതിയത് വാങ്ങി കൊടുക്കാം നമുക്ക്. അല്ലെങ്കിലോ സൈക്കിൾ പഠിക്കാനായിട്ട് പുതിയത് വാങ്ങി കൊടുത്താൽ അവരെവിടെയെങ്കിലും കൊണ്ടുവന്നാൽ പറിച്ച് അടിച്ചൊക്കെ ചീത്തയായി പോകും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ടെസ്റ്റ് റൺ അല്ലെ, അവരത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് അല്ലെ. ഒരു ടെസ്റ്റ് റൺ എന്ന നിലയില് for doing experiment as per duration for which the equipment is needed. ആ ഉപകരണങ്ങൾ ആവശ്യമുള്ള കാലയളവിനനുസരിച്ച് ഒരു പരീക്ഷണാർത്ഥത്തില് ഉപയോഗിക്കാൻ. പിന്നെ അടുത്ത നോക്കിയേ, to avoid the huge lead time for temporary adjustment. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കണേ, അത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന വലിയ ലീഡ് ടൈം ഒഴിവാക്കാൻ വേണ്ടി അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നമ്മളത് ഇങ്ങനെ ഇങ്ങനെ നടന്നാൽ നമുക്കത് എന്താ പറയാ കുറെ ആ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എടുക്കുന്ന ആ സമയം അത് നമുക്ക് ഒഴിവാക്കാം. നമുക്കൊന്നും നോക്കണ്ട, നമുക്ക് എന്താ പറയാ ലീസിങ്ങിന് എടുത്താൽ മതി അല്ലേ. നമുക്കൊരു നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുതിയത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മള് എന്താ പഴയത് ഏത് രീതിയിലാണ് എടുക്കുന്നത്, നമുക്ക് ആ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോഴുള്ള ആ വലിയ ടൈം ഒഴിവാക്കുന്നതിന് വേണ്ടി, താൽക്കാലിക ക്രമീകരണത്തിനുള്ള വലിയ സമയം ഒഴിവാക്കാനായിട്ട്. പിന്നെ അടുത്ത് നോക്കിയേ, the capital equipment is available only on lease. capital equipment ലീസിങ്ങിന് മാത്രം അവൈലബിൾ ആകുമ്പോൾ, വലിയ എക്യുപ്മെന്റ് ആണല്ലേ, അപ്പൊ നമുക്കത് എങ്ങനെ കിട്ടുള്ളൂ, പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷനിലും നമുക്ക് എന്ത് നടത്താൻ പറ്റും, ലീസിങ് ചെയ്യാൻ പറ്റും. 4 അണ്ടർലൈൻ ചെയ്തതാട്ടോ, എക്സാമിൽ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്, ലാക്ക് ഓഫ് ഫണ്ട്, ഫണ്ടിന്റെ കുറവ്, ഫോർ ഡൂയിങ് ആൻഡ് എക്സ്പെരിമെന്റ്സ്, ഒരു പരീക്ഷണ അടിസ്ഥാനത്തില്, പിന്നെ നമുക്ക് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എടുക്കുന്ന ആ ലീഡ് ടൈം ഒഴിവാക്കാൻ, ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം. കണ്ടോ, അതിന് വേണ്ടി വരുന്ന ആ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി വരുന്ന ആ വലിയ ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് എന്താ, capital equipment is available only on lease, മാത്രം അവൈലബിൾ ആകുമ്പോൾ. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ അതിനകത്ത് മെനുവെടുത്ത് നമുക്ക് അങ്ങനെ വലിയ സമയം കളയണോ, നമുക്ക് നേരെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ലീസിങ്ങിന് എടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ആ 4 പോയിന്റും അവിടെ നോട്ട് ചെയ്തത് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, അഡ്വാൻറ്റേജ് ഓഫ് ലീസിങ്. ഇനി ഇങ്ങനെ ഈ ലീസിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാ നോക്കിയേ. സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഒരു ചെറിയൊരു ഔട്ട്ലേ ആവശ്യമാണ് അല്ലെ. നമ്മൾ തുടങ്ങാനായിട്ട് നമുക്കൊരു ചെറിയൊരു ഔട്ട്കം അല്ലെ, ഔട്ട്ലേ നമുക്ക് ആവശ്യമാണ്. റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഈസ് ലെസ്സൺ. അതാണ് ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞേക്കുന്നത്. എന്താണ് റിസ്ക് ഓഫ് ഒബ്സോളൻസ്? ഒബ്സോളൻസ് എന്ന് വെച്ചാൽ കാലഹരണപ്പെടുക. ആ എക്യുപ്മെന്റ്സ് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. എന്താ, നമ്മൾ കുറെ നാള് നമ്മുടെ കയ്യിൽ ഒരു ഉപകരണം ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വേഗം നശിച്ചു പോകും അല്ലെ. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ അത് ലീസിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ, എന്താ പാട്ടത്തിന് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവരെ ഉപയോഗിക്കും അല്ലെ. അതങ്ങനെ അവര് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ അത് ചീത്തയാവില്ല. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കാതിരിക്കുമ്പോ അത് ചീത്തയാവും അല്ലെ. മെഷീൻസ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചീത്തയാകും. അപ്പൊ നമ്മളത് എന്ത് ചെയ്യും, എങ്ങനെ ലീസിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ അവരത് ആരെങ്കിലൊക്കെ ആയിട്ട് മാറി അത് ഉപയോഗിച്ചോളൂ അല്ലെ. അപ്പൊ അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള, കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ വീട്ടിലിപ്പോ ഒരു എന്താ പറയാ, ഒരു ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്, കുറെ നാളായിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, ഒരു മൂലത്ത് വെറുതെ ഇരിക്കുക, കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാതിരുന്ന് അത് ചീത്തയായിപ്പോ. എന്നാൽ നേരെ മറിച്ച് ഞാനത് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ പാട്ടത്തിനും വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയാ, അത് കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയൂലേ. അവരത് ഉപയോഗിക്കല്ലേ, അവരത് ഉപയോഗിക്കും. അത് കഴിയുമ്പോ അടുത്ത ആൾക്ക് വേറെ മാറി അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോ എന്റെ വീട്ടിലൊരു മൂലക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകൂലേ. ഉപയോഗിക്കാതിരുന്നത് ചീത്തയായി പോകും. എന്താ പറയുന്നേ, എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? റിസ്ക് ഓഫ് ഒബ്സോളൻസ് എന്ന് വെച്ചാൽ എന്താ, കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഇനി
മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസോ ആൻഡ് ലെസി. ഇനി ആർക്ക് ഇനി എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുവാണെങ്കിൽ ആർക്കൊക്കെ ചെയ്യാം? ലെസോയ്ക്കോ ലെസിക്കോ ചെയ്യാം. അപ്പൊ ധന്യയുടെ കയ്യിൽ ഇരിക്കുമ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ധന്യക്ക് അത് ചെയ്യാം അല്ലെ. ഇപ്പൊ ഞാൻ ഓണറാണുള്ളൂ അല്ലെ. അപ്പൊ എന്താ പറയാ, എന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നെങ്കിൽ എനിക്കും വേണമെങ്കിൽ ചെയ്യാം. അതില്ല, 2 ആഴ്ചത്തേക്ക് പൂർണ്ണ അധികാരം ധന്യക്ക് തന്നേക്കാണ്. അപ്പൊ എന്താ, രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. ദ പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സൻഡ്. ഈ എക്യുപ്മെന്റ്സിന്റെ സംഭരണത്തിനായിട്ട് എടുക്കുന്ന ആ സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രൊക്യൂർമെന്റ് സംഭരണത്തിനായി എടുക്കുന്ന ടൈം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അത്രയാണ് അതിനകത്ത് അഡ്വാൻറ്റേജിൽ വരുന്നത്. Risk of obsolescence is lessened. Maintenance can be done by both the lessor and the lessee. The procurement of the equipment, the lead time is lessened. Equipment സംഭരണത്തിനായി എടുക്കുന്ന ആ ലീഡ് ടൈമും ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അത് അഡ്വാൻറ്റേജ്. എന്തുകൊണ്ടാണ് ലീസിംഗ് നടത്തുന്നതെന്ന് നമ്മൾ അതിന് മുന്നേ 4 പോയിന്റ്സ് പറഞ്ഞു. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇനി അടുത്തത് ഔട്ട്ലേ ആണ്. ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താ? an amount of money spent on something. എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന തുകയാണ് ഔട്ട്ലേ. എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. an amount of money spent on something is called a dash. എന്താ പറയാ? ഔട്ട്ലേ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആട്ടോ. an amount of money spent on something. എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസ, അതിനാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഒബ്സോളൻസ് എന്താണ്? കാലഹരണപ്പെടൽ എന്ന് പറഞ്ഞ എന്താ? the process of becoming outdated or old fashioned and no longer used. അതൊറ്റ സെന്റൻസ് തന്നെയാട്ടോ. no longer used. എന്താണ് ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ? കാലഹരണപ്പെട്ടു പോവാന്ന് പറഞ്ഞാ എന്താണ് പറയുന്നത്? പഴയതോ കാലഹരണപ്പെട്ടു പോയതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മള് ഓൾഡ് ഫാഷൻ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത പ്രക്രിയയാണ്. അതല്ലേ നമ്മൾ കാലഹരണപ്പെട്ടു പോവാന്ന് പറയില്ലേ അല്ലെ? ഉപയോഗിക്കാൻ പറ്റില്ല, ഔട്ട്ഡേറ്റഡ് ആയി, അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ, അങ്ങനെയുള്ളത് നമ്മൾ തീർത്തും നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒബ്സോളൻസ്. രണ്ടും അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. അത് രണ്ടും ചോദിക്കാം. the process of becoming outdated or old fashioned and no longer used is called a dash. അല്ലെങ്കിൽ dash is the process of എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചോദിക്കാം. രണ്ടും അണ്ടർലൈൻ ചെയ്തോ? അത് ഔട്ട്ലൈയും ഒബ്സോളൻസ് എന്താണുള്ളത്? മലയാളം എഴുതി വെച്ചോട്ടെ, അറിയില്ലാത്തൊരു. കാലഹരണപ്പെട്ടു പോകുക. ഇനി അപ്പൊ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു അല്ലെ? അഡ്വാൻറ്റേജ് പറഞ്ഞു. കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത കുറയുന്നു. മെയിൻ്റനൻസ് 2 പേർക്കും ചെയ്യാം. പിന്നെ പ്രൊക്യൂർമെന്റ് ആയിട്ട്, സംഭരണത്തിനായിട്ട് എടുക്കുന്ന ലീഡ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഇങ്ങനെ നമ്മൾ ലീസിങ്ങിന് എക്യുപ്മെന്റ് എടുക്കുന്നത് മൂലമുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? he is the lessor who controls the equipment. LESSOR ആട്ടോ അവിടെ. he is the lessor who controls the equipment. എക്യുപ്മെന്റിന്റെ കൺട്രോൾ ആർക്കാണ്? ലെസോയ്ക്കാണ്, പാട്ടക്കാരനാണ്. പാട്ടത്തിന് നൽകുന്ന ആൾക്കാണ് അതിന്റെ കൺട്രോള്. lessor has the access to the equipment in special. lessor LESSOR ആണ് കേട്ടോ. അവിടെ എല്ലാം ഈ എന്നുള്ളത് ഓയാണ്. LESSOR. lessor has the access to the equipment inspection. ഇനി എന്താ? equipment inspection, പരിശോധനയിലേക്കുള്ള ഒരു അവകാശമുണ്ട്. അതായത് എക്യുപ്മെന്റ് പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. lessor has the right to seal. seal എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നുള്ള വാക്കാട്ടോ. അർത്ഥം നിർത്തുക. lessor has the right to seal the lease period. lease period പാട്ടത്തിന്റെ കാലാവധി നിർത്താനുമുള്ള അധികാരം ലെസോയ്ക്കുണ്ട്. അപ്പൊ ഞാൻ ധന്യക്ക് തന്നു എന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ കൺട്രോള് എനിക്ക് എന്റെ സാധനം തന്നെയാണ്.
അല്ലെ? അത് ലെസോയ്ക്ക് ആ എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ആ ധന്യയുടെ വീടിന്റെ അതികൂടെ പോകുമ്പോ എനിക്കൊന്ന് കയറി അത് നോക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ധന്യ ഞാൻ കൊടുത്ത സാധനം മര്യാദയ്ക്ക് നോക്കല്ല, വൃത്തിയായിട്ട് നോക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ സീസ് പീരീഡ് അല്ലെ, നമുക്ക് ഈ പീരീഡ് നമുക്ക് സീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ, നിർത്തുക, നിർത്താനുള്ള അധികാരവും ഫീസ് പീരീഡ് നിർത്താനുള്ള അധികാരവും എനിക്കുണ്ട്. ഞാൻ 2 ആഴ്ചത്തേക്കായിരുന്നു തന്നത്, പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ ധന്യയുടെ വീട്ടിൽ അവിടെയാന്ന് അറിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അപ്പൊ ധന്യ ഞാൻ കൊടുത്ത സാധനം മര്യാദയ്ക്ക് നോക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, എനിക്ക് എഴുതുന്നതോടുകൂടി ആ മിസ്സിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു, എനിക്ക് ആ സാധനം തിരിച്ചു തന്നതിന് എനിക്ക് പറയാൻ എനിക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ടാ? കാരണം എന്റെയാണ് സാധനം അല്ലേ? അങ്ങനെ അതൊക്കെയാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ നോക്കിയേ? എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ലെസോയ്ക്കാണ്. പിന്നെ എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അധികാരമുണ്ട്. പിന്നെ എന്താണ്, ഇനി അതിന്റെ നമുക്കിപ്പോ പറഞ്ഞതിനേക്കാളും മുന്നേ തന്നെ ആ ലീസ് പീരീഡ് നിർത്താനുള്ള അധികാരവും എനിക്കുണ്ട്, അതായത് ലെസോയ്ക്കുണ്ട്. ക്ലിയർ ആയോ? 3 ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി എന്താണ്, ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ ദ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ലോണ്ടറി സർവീസ്. ഷെയർഡ് സർവീസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഫങ്ഷൻസ് ആട്ടോ. ഇതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ഫങ്ഷൻസ്, പ്രൊക്യൂർമെന്റ്, ഇൻവെന്ററി, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷെയർഡ് സർവീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലും ലോണ്ടറി സർവീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞത് നമുക്ക് 4th മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, അലക്കല്, കഴുകൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ബെഡ്ഷീറ്റ്, തുണി, ഇതൊക്കെ ക്ലീൻ ആക്കുന്നത് ആ ഒരു സെക്ഷനാണ്. വാഷിംഗ് ഇതൊക്കെയാണ്. അങ്ങനെയുള്ളതിന്റെയും ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇതിന്റെ കാര്യത്തിലും ഒരു പങ്കിട്ട സേവനമാണ് ചെയ്യുന്നത്. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞെന്താ, എന്തിനുള്ളതാ? കേട്ടിട്ടുണ്ടോ? ഇൻസിനറേറ്റർ എന്തിനുള്ള അപ്പാരറ്റസ് ആണെന്നറിയോ? വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കത്തിച്ച് കളയാനുള്ളത് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽസ് ബേണിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, വില്ലേജ് വേസ്റ്റിലോ ഏതെങ്കിലുമൊക്കെ ബേണിങ്ങിന് ബയോ വേസ്റ്റില് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. എന്താണ്, നമുക്ക് എക്യുപ്മെന്റ്സുകൾ, വേസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ബേൺ ചെയ്യാനുള്ള ഒരു അപ്പാരറ്റസ് ആണ് ഇൻസിനറേറ്റർ. ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലോ ലോണ്ടറി സർവീസിന്റെ കാര്യത്തിലോ ഒക്കെ എന്താണ്, ഷെയർഡ് സർവീസുകളാണ് ചെയ്യുന്നത്. ഇനി സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ എന്താ, സംഭരിക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ് നമ്മൾ തിരഞ്ഞെടുക്കാനോ അത് സംഭരിക്കാനോ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ ആദ്യം എന്താനുസരിച്ച, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് ഒരു എക്യുപ്മെന്റ് വേണം. നമ്മളത് എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുന്നത്? എങ്ങനെയാണ്? അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച്, നീഡ് അനുസരിച്ച് അല്ലെ, ഏത് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അത് ആവശ്യം അതനുസരിച്ചല്ലേ. അല്ലാതെ നമുക്ക് ഒരു ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ ഓർഡർ ചെയ്യാൻ പറ്റുമോ? എക്യുപ്മെന്റ്സ് നമുക്ക് സംഭരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുമോ? ഇതനുസരിച്ചാണ് നോക്കിയേ, സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓർ റെക്കമെൻഡേഷൻ. ആവശ്യമനുസരിച്ച് അല്ലെങ്കിൽ ആ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണം എക്യുപ്മെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം. ഇനി take into account the effect of after sale service and the spares availability. ഇനി എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം? ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാനന്തര സേവനങ്ങളുടെയും സ്പെയറുകളുടെയും ലഭ്യത നോക്കണം. നമ്മൾ ചിലപ്പോ പറയാനല്ലേ, നമുക്ക് ഇതുപോലെ എന്താണ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയില് നമുക്ക് എന്താ, നമുക്ക് ആഫ്റ്റർ സർവീസ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സർവീസ് തരുന്നുണ്ടോ നമുക്ക്. പിന്നെ അതുപോലെ സ്പെയറുകള്, അതിന്റെ അവൈലബിലിറ്റി നോക്കും. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും കേടായി അതിന്റെ സ്പെയറുകൾ നമുക്ക് മാർക്കറ്റില് അവൈലബിൾ ആണോ
അതും കൂടി നമ്മൾ നോക്കും. അതനുസരിച്ചായിരിക്കും എക്യുപ്മെന്റ്സുകൾ നമ്മൾ സെലക്ട് ചെയ്ത്. ഇപ്പൊ നമ്മുടെ ഈ വണ്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് മാർക്കറ്റിൽ അതിന്റെ സ്പെയറുകൾ കിട്ടുമെന്ന് നമ്മൾ നോക്കും അല്ലേ. ഇപ്പൊ ചിലതൊക്കെ നമുക്ക് അത് എന്താ പറയാ ഇപ്പൊ കിട്ടാതെ ആയത് അല്ലെങ്കിൽ നിർത്തുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ ആ സ്പെയർ നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ലായിരിക്കും അല്ലെ, അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ നോക്കും. നമുക്ക് വിൽപ്പനാനന്തര സേവനം തരുന്നുണ്ടോ, സ്പെയറുകൾ അവൈലബിൾ ആണോ എന്നുള്ളതും നോക്കും. ഇനി അടുത്ത് നോക്കിയേ, ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക, ഓപ്പറേഷൻ അതിന്റെ പ്രവർത്തനം നോക്കും, ആൻഡ് കാലിബ്രേഷൻ ഒത്തുനോക്കുക. കാലിബ്രേഷൻ വെച്ചാൽ അത് ഒത്തുനോക്കും. ദെൻ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്, ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും. ദെൻ മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി, അത് മാനുവൽ അവൈലബിൾ ആണോ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലൈന്റ് വന്നോ അത് നന്നാക്കാൻ പറ്റുന്ന ആളുകൾ അല്ലെ, ആ നിർമ്മാതാവിന്റെ മാനുവൽ അവൈലബിലിറ്റി നോക്കും. അത്രയാണ് സെലക്ഷൻ അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുക. പിന്നെ നോക്കേണ്ടത് സെയിൽസ് സർവീസ്, ആഫ്റ്റർ സെയിൽസ് സർവീസ് സ്പെയറുകളെ ലഭ്യമാണോ എന്ന് നോക്കണം. ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ പ്രവർത്തനം, കാലിബ്രേഷൻ എന്ന് വെച്ചാൽ ഒത്തുനോക്കുക. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ്. ലാസ്റ്റ് പോയിന്റ് മാനുഫാക്ചറർ, നിർമ്മാതാവ്, നിർമ്മിക്കുന്ന നിർമ്മാതാവിന്റെ മാനുവൽ അവൈലബിലിറ്റി നോക്കും. ഇനി അടുത്തതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പോയിന്റ്സുകളെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊന്ന് വായിച്ചു നോക്കാം. നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലയോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ആരും ബൈപ്പാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എല്ലാം അങ്ങനെ വരുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ പർച്ചേസിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, പർച്ചേസ് ക്ലർക്ക്, അസിസ്റ്റന്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സാമിന് അങ്ങനെ ഈ സെക്ഷനിൽ നിന്ന് അങ്ങനെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ചോദിക്കാറില്ല. 4-5 ക്വസ്റ്റ്യനെ മാക്സിമം ഉണ്ടാവുള്ളൂ. ഒത്തിരി ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ ഇഷ്ടം പോലെ കിടക്കണ്ട്. വലിയൊരു ചാപ്റ്റർ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. എല്ലാം കൂടി മാറി വെച്ച് അങ്ങനെ നോക്കണ്ട, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാല് പോയിന്റ്സിന് അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പാകത്തിന് ഒന്ന് റെഡിയാക്കി വെക്കുക. നോക്കിയേ, ഫസ്റ്റത്തെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്താ അവർ ചെയ്യണ്ടേ? ഓക്കെ, അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാ ചെയ്യണ്ടേ? അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിന്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഗുഡ്സിന്റെയും സർവീസുകളുടെയും സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ട് നൽകാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഒന്ന് നോക്കി, എന്താ പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യം വരരുത്, അതുപോലെ മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ എന്താ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താ പറഞ്ഞത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ടില്ലേ, ഇപ്പൊ ഇത് വാങ്ങാനായിട്ട് ഗുഡ്സോ സർവീസുകളോ അതൊക്കെ നമ്മൾ വാങ്ങാനായിട്ട് അതിന്റെ സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ട് നൽകാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓർത്തു വെക്കാലോ, ഹോസ്പിറ്റലിന്റെ ഫണ്ട് നൽകാനുള്ള അധികാരം, ഹോസ്പിറ്റലിലെ ഫണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അധികാരം, കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അധികാരം. ആർക്കുണ്ടത്? അതോറിറ്റി അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആ അധികാരമുണ്ട്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ?
സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഫണ്ട് ചെലവാക്കാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ അല്ലെ അതിനു വേണ്ടി പൈസ ഫണ്ട് എടുക്കാനുള്ള അധികാരം ഇല്ലേ? ഇതുപോലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമുണ്ട്. അടുത്തത് റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ്. അടുത്ത് നോക്കിയേ, എന്തിനുള്ള ഉത്തരവാദിത്വമുണ്ട്? ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യങ്ങള് നിറവേറ്റാനുള്ള ഉത്തരവാദിത്തമുണ്ട്. വെൻ ജസ്റ്റിഫൈഡ് എന്നുണ്ട് കേട്ടോ, എല്ലാമല്ല. എങ്ങനെയാ? ന്യായമായ, ഉണ്ടോ? ഡിപ്പാർട്ട്മെന്റിന്റെ ന്യായമായ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നിറവേറ്റുക. നിറവേറ്റാനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. Responsibility to fulfill the need of the department when justified. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഫണ്ട് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഫണ്ട് ചെലവാക്കാനുള്ള അധികാരം, അതിനുവേണ്ടി വിനിയോഗിക്കാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. പിന്നെ എന്താ? ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് നിറവേറ്റാനുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. രണ്ട് പോയിന്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? നോക്കി ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കി വെക്കാണ്ടോ? ക്ലിയർ. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കണേ? റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാന്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്സ് ആണ് അല്ലെ. ഗുഡ്സ്, സാധനങ്ങളുടെയും അവർ നൽകുന്ന സർവീസുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് സ്പെസിഫിക്കേഷൻ. ഇനി എന്താ? ആ സ്പെസിഫിക്കേഷനുകളെ ഇവാലുവേഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഈ ഇൻകംപ്ലീറ്റ്, ഇനി അത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണെങ്കിൽ അതോറിറ്റിക്ക് ആ സ്പെസിഫിക്കേഷനെ വെല്ലുവിളിക്കാനുള്ള അധികാരവും ഉണ്ട്. അടുത്ത് നോക്കിയേ, ഇപ്പൊ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ പല ഇതിനകത്തുനിന്ന് വരുന്ന സ്പെസിഫിക്കേഷൻ ആ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇപ്പൊ സാധനങ്ങളാണെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് ഇങ്ങനെ ബ്രോഷർ പോലെയൊക്കെ കിട്ടൂലേ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി അത് ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ഇൻകറക്റ്റോ, പൂർണ്ണമല്ല, എന്തെങ്കിലും തെറ്റായിട്ടുള്ള സ്പെസിഫിക്കേഷനെ വെല്ലുവിളിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അടുത്ത് നോക്കിയേ, സെക്കൻഡ് ലാസ്റ്റ്, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ്സ്. ഉണ്ടോ? എല്ലാ വെൻഡർ പ്രതിനിധികളെയും ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ്. ബിഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലേലം വിളിക്കുക. ഓർ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകൾ. എഴുതി വെച്ചോട്ടെ അവിടെ. ചർച്ചകൾ. നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. എല്ലാ വെൻഡർ പ്രതിനിധികളെയും ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ നമ്മൾ എന്താണ്? ആൻഡ് അറേഞ്ച്മെന്റ്. എന്തിനുള്ള അറേഞ്ച് ചെയ്യാൻ? ലേലത്തിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചർച്ചകൾ, അതാണ് നെഗോഷിയേഷൻ. ചർച്ചകള്, സാധനങ്ങൾ, ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ്, അങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ ലേലം, ഇപ്പൊ നമ്മളത് ലേലത്തിന് വെച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ അങ്ങനെ ലേലം പിടിക്കാൻ, അതിനൊക്കെയുള്ള അറേഞ്ച് ചെയ്യാനുള്ള അധികാരവും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു ഗെറ്റ് കറക്റ്റ് ക്വാളിറ്റി, quantity and at the economic price and to supply materials as needed for the various departments. ഇങ്ങനെയാണ് പല ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തിക രീതിയില് ശരിയായ ക്വാളിറ്റിയില് ശരിയായ ക്വാണ്ടിറ്റിയില് അത് നേടുന്നതിനും വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് വിതരണം ചെയ്യുന്നതിനുമുള്ള അവകാശം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അവിടെ ഞാൻ ഓരോ സെക്ഷനിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ശരിയായ അളവില് ശരിയായ ക്വാണ്ടിറ്റിയിലും സപ്ലൈ ചെയ്യുന്നത്, മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്. മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തിട്ട് ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ്, അത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പഠിച്ചില്ലേ? നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചു പോയതാണ് ആ പ്രൊസീജിയർ കാര്യങ്ങൾ അല്ലെ, പർച്ചേസിംഗ് പ്രൊസീജിയർ.
അതിനകത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? കറക്റ്റ് ക്വാണ്ടിറ്റിയില്, ക്വാളിറ്റിയില്, സാമ്പത്തിക വിലയില് പല ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ക്ലിയർ ആണോ? നോക്കി 5 പോയിന്റ്സ് പെട്ടെന്നൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേ. ഹോസ്പിറ്റലിന്റെ ഫണ്ട് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. സ്പെസിഫിക്കേഷനുകളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. വെൻഡേഴ്സ് റെപ്രസെന്റേറ്റീവിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അതുകൂടാതെ ബിഡിങ് അല്ലെങ്കിൽ നെഗോഷിയേഷൻ അതിനുള്ള അറേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ കറക്റ്റ് ക്വാണ്ടിറ്റിയില്, ക്വാളിറ്റിയില്, എക്കണോമിക് പ്രൈസില് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഇനി ഇതിന് വേണ്ടി നിങ്ങളെ സമയം കളയണ്ട, ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഏതെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തയാണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എക്സാമിന് ഈ സെക്ഷനിൽ നിന്ന് അങ്ങനെ അധികം ചോദ്യം കണ്ടിട്ടില്ല. ഓക്കെ, ഏതാണ് മോളെ? തേർഡും ഫോർത്തും. തേർഡും ഫോർത്തും എന്താണ്? നമ്മുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് ആണ്. അപ്പോ ഓരോ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട ആ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് സ്പെസിഫിക്കേഷൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മൂല്യനിർണ്ണയം നടത്തുക. ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മൂല്യനിർണ്ണയം നടത്തുക. അതിനെ മൂല്യനിർണ്ണയം നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി ആ സ്പെസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റോ അല്ലെങ്കിൽ ഇൻകറക്റ്റോ ആണെങ്കിൽ അതിനെ വെല്ലുവിളിക്കാനുള്ള അധികാരവും ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഫോർത്ത് എന്താ? നമ്മള് പല വെൻഡേഴ്സ് ഉണ്ട് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന പല പല വെൻഡേഴ്സ് ഉണ്ട്. അവരെ ഇന്റർവ്യൂ ചെയ്യാൻ ഉണ്ടോ? എല്ലാ വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മള് ബിഡിങ് ലേലം പിടിക്കാനോ അല്ലെങ്കിൽ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കാട്ടോ അവിടെ. ചർച്ചകളിലൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. ലാസ്റ്റ് പോയിന്റ് കൂടി ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മള് കറക്റ്റ് വിലയില്, സാമ്പത്തിക വിലയില്, കറക്റ്റ് ക്വാണ്ടിറ്റിയില്, കറക്റ്റ് ക്വാളിറ്റിയില് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ക്ലിയർ ആയോ? അഞ്ചാമത്തെ പോയിന്റ് ചോദിച്ച ആൾക്ക് കറക്റ്റ് ക്വാണ്ടിറ്റി, കറക്റ്റ് ക്വാളിറ്റി, കറക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് പ്രൈസില് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഇവിടെ നമുക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാതെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ബാക്കി അതിനെ റിലേറ്റ് ചെയ്തിട്ട് കണ്ടാലും നമുക്ക് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാലോ. ഇനി ഇന്റർവ്യൂ ചെയ്യാൻ, സ്പെസിഫിക്കേഷനുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആവശ്യങ്ങൾ നിറവേറ്റാൻ, പിന്നെ ഫണ്ട്, ഹോസ്പിറ്റലിലെ ഫണ്ട് ഉപയോഗിക്കാൻ. അത്ര ഓർത്തിരിക്കാൻ പാടില്ലേ? കുഞ്ഞതായിട്ട് ഫുള്ള് സെന്റൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് അഥവാ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഇതുപോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതേപോലെ തന്നെ അവിടെ ABC ഓപ്ഷൻ ഉണ്ടാവും. അതിന്റെ ഏതെങ്കിലും ഒരു വാദം തുമ്പും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പാടില്ല വരെ അല്ലേ? ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ മാത്രം കണ്ടു കഴിഞ്ഞാൽ എഴുതാൻ പാടില്ലേ? അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം. ഈ ഒരു സെന്റൻസിന് ഏതെങ്കിലും ഒരു കണ്ടാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഒന്ന് മാത്രമേ ആ ഒരു രീതിയിലേക്ക് ആക്കി വെക്കൂ. ഇനി അടുത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഇതും ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഞാൻ അടയാളപ്പെടുത്തി തരാം. അതിൽ ആ ഒരു സെക്ഷനിൽ ആ രീതിയിലേ ചോദിക്കാറുള്ളൂ. ഫസ്റ്റ് ഇത് നോക്കിയേ. The person that normally runs the purchasing department is called the purchasing manager. ആരാണ് purchasing manager? ആരാണ് purchasing manager? The person that normally runs the purchasing department. Purchasing department സാധാരണയായി പ്രവർത്തിക്കുന്നവര്, റൺ ചെയ്യിക്കുന്നവര്, ആ പേഴ്സൺ ആണ് purchasing manager. സാധാരണയായി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നവര് അല്ലെ, റൺ ചെയ്യിക്കുന്നവര്, അവരാണ് പർച്ചേസിംഗ് മാനേജർ. PANAGER. ആറിന്റെ കുറവുണ്ട് കേട്ടോ അവിടെ. നോക്കിയൊന്ന്
MANAGER എന്ന് കൂടി ചേർത്തേക്കാം. മാനേജർ സ്പെല്ലിംഗ് കേട്ടോ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. The person that normally run the purchasing department is called the dash. അദ്ദേഹത്തെ പറയുന്ന പേരാണ് പർച്ചേസിംഗ് മാനേജർ. ക്ലിയർ ആയോ? സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഇനി the purchasing job description in a strategic nature. ഇനി പർച്ചേസിംഗ് ഡിസ്ക്രിപ്ഷൻ ജോലി എന്ന് പറഞ്ഞത് എങ്ങനെയാ? നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യമല്ല, സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രാറ്റജിക് നേച്ചർ തന്ത്രപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വന്നേ? നോക്കിയേ, എന്തൊക്കെയാ വന്നത് നോക്കിയേ. പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാ വന്നത്? അല്ലെങ്കിൽ പർച്ചേസിംഗ് മാനേജറിന്റെ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണ്ടേ? ഇനി നിങ്ങൾക്ക് എങ്ങാനും ഒരു പർച്ചേസിംഗ് മാനേജർ ആയിട്ടാണ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നെങ്കിൽ ഇതൊന്ന് മനസ്സിലാവണ്ടേ? എക്സാമിന് അങ്ങനെ വന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എന്താ ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? അതേ രീതിയിലേക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ. Maintaining the purchasing policy and ensuring that all purchase sticks to it. എന്താണ് ഒന്നാമത്തെ പോയിന്റില്? Maintaining the purchasing policy. ഒരു പർച്ചേസിംഗ് പോളിസി നിലനിർത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പർച്ചേസസ് സ്റ്റിക്ക് ടു ഇറ്റ്. എല്ലാ പർച്ചേസും ആ പർച്ചേസിംഗ് പോളിസി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. മനസ്സിലായോ? പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക, കൈകാര്യം ചെയ്യുക. പിന്നെ അത് പോളിസി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, എല്ലാ പർച്ചേസിംഗിലും ആ പർച്ചേസിംഗ് പോളിസി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ചൂസിംഗ് ദ സപ്ലയേഴ്സ് that the company will deal with and keeping the legal interaction with them. ഇപ്പൊ നമ്മള് കമ്പനിയിലേക്കൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇങ്ങനെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന കുറെ സപ്ലയർമാരുണ്ടോ? ഈ ഇൻസ്ട്രുമെന്റ്സുകള് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന സപ്ലയർമാരുണ്ടാവും. അതില് എന്താ? ചൂസിംഗ് ദ സപ്ലയർ ദാറ്റ് കമ്പനി വിൽ ഡീൽ. കമ്പനി സ്ഥിരമായിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന, കമ്പനി കൈകാര്യം ചെയ്യുന്ന സപ്ലയർമാരെ എന്ത് ചെയ്യാ? തെരഞ്ഞെടുക്കുകയും ആൻഡ് കീപ്പിംഗ് അവരുമായിട്ട് എന്ത് ചെയ്യുകയും വേണം? ആൻഡ് കീപ്പിംഗ് ദ ലീഗൽ ഇന്ററാക്ഷൻ വിത്ത് ദം. അവരുമായിട്ട് ലീഗൽ ഇന്ററാക്ഷൻ നടത്തുകയും വേണം. Choosing the suppliers that the company will deal with and keeping the legal interaction with them. മനസ്സിലായോ? കമ്പനി ഡീൽ ചെയ്യുന്ന സപ്ലയർമാരെ തിരഞ്ഞെടുക്കുകയും അവരുമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ നടത്തുകയും വേണം, നിലനിർത്തുകയും വേണം. അടുത്തത് നോക്കിയേ. മാനേജിംഗ് SLA. എക്സാമിന് ചോദിക്കാറുണ്ട്. SLAs എന്താണ്? എക്സ്പാൻഡഡ് ഫോം സർവീസ് ലെവൽ എഗ്രിമെന്റ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. SLA സർവീസ് ലെവൽ എഗ്രിമെന്റ്. Okay, managing any SLAs that may be in place and managing any master degree between the supplier and the company. നിലവിലുള്ള ഏതെങ്കിലും സർവീസ് ലെവൽ എഗ്രിമെന്റ് അത് കൈകാര്യം ചെയ്യുകയും നമുക്കത് അതെന്താ അത് ആ സപ്ലയറും കമ്പനിയും തമ്മിലുള്ള ആ ഒരു മാസ്റ്റർ എഗ്രിമെന്റ്, ഒരു ഏതെങ്കിലും മാസ്റ്റർ കരാറുകളില് ആ സർവീസ് ലെവൽ എഗ്രിമെന്റുകള് മാനേജ് ചെയ്യുകയും വേണം. ഓക്കെ, ഏതെങ്കിലും സർവീസ് ലെവൽ എഗ്രിമെന്റുകള് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുക. എന്നിട്ട് എന്താണ്? ആ സപ്ലയറും കമ്പനിയും തമ്മിലുള്ള ആ മാസ്റ്റർ എഗ്രിമെന്റില് എന്ത് ചെയ്യണം? ഈ SLA, ഈ സർവീസ് ലെവൽ എഗ്രിമെന്റുകള് അതിൽ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യുകയും വേണം. കമ്പനിയും സപ്ലയറും തമ്മിലുള്ള മാസ്റ്റർ എഗ്രിമെന്റ്സുകള് മാനേജ് ചെയ്യുകയും വേണം. That may be in place and managing any master agreement between suppliers and company. കമ്പനിയും സപ്ലയറും തമ്മിലുള്ള മാസ്റ്റർ എഗ്രിമെന്റ്സ്, മാസ്റ്റർ കരാറുകള് എന്തെങ്കിലും മാനേജ് ചെയ്യുകയും വേണം. അടുത്തത് നോക്കി, അടുത്തൊരു ഫംഗ്ഷൻ എന്താണ് പർച്ചേസിംഗ് മാനേജർ ചെയ്യേണ്ടത്? സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റിക്രൂട്ട് ചെയ്യുക.
തെരഞ്ഞെടുക്കുക അല്ലെ, അല്ലെങ്കിൽ ചേർക്കുക, നിയമിക്കുക അല്ലെ. സ്റ്റാഫിനെ നിയമിക്കുന്നു, ട്രെയിനിങ്, അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നു, ആൻഡ് മാനേജ്മെന്റ്, അവർക്കുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു. ക്ലിയർ ആയോ നോക്കിയേ? സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് സ്റ്റാഫ്. സ്റ്റാഫുകൾക്കുള്ള റിക്രൂട്ട്മെന്റ്, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളിൽ അവരുടെ മാനേജ്മെന്റ്. ഇനി collaboration with the other department, especially the accounting, manufacturing and stock department. അടുത്തത് എന്താ ചെയ്യണം? പർച്ചേസിംഗ് മാനേജർ എന്ത് ചെയ്യണം? കൊളാബറേഷൻ ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. Collaboration with other departments, especially the accounting, manufacturing and stock department. പ്രത്യേകിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തമ്മിലാ? അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, പൈസയും കാര്യങ്ങളൊക്കെ അവരല്ലേ ചെയ്യണേ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ എന്താ ഒരു കണക്ഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, അത് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്, ഇവരുമായിട്ടൊക്കെ പ്രത്യേകിച്ച് എന്ത് വേണം? ഒരു നല്ലൊരു സഹകരണം വേണം. അടുത്തത് ബഡ്ജറ്റിംഗ്, costing and cost saving after analyzing the management information available. എന്താ പറഞ്ഞേക്കുന്നേ? ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് വിവരങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബഡ്ജറ്റിംഗ്, അതുപോലെ കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിങ്, ഇതെല്ലാം എന്ത് ചെയ്യുക? നടത്തുക. നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ. കണ്ടോ? എന്ത് ചെയ്തേക്ക? ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ, നമുക്ക് ലഭ്യമായിട്ടുള്ള മാനേജ്മെന്റ് വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ശേഷം, വിശകലനം ചെയ്തതിനു ശേഷം അതിനനുസരിച്ച് ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, കോസ്റ്റ് സേവിങ് എന്നിവ നടത്തുക. അടുത്ത നോക്കിയേ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. എന്തെങ്കിലുള്ള ആവശ്യങ്ങൾ, ഹെൽത്ത് ആരോഗ്യമായിട്ടും, സേഫ്റ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ടും, ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും, മറ്റുള്ള ലീഗൽ നീഡ്സ് ഇതെല്ലാം കൈകാര്യം ചെയ്യുക. ഇനി അടുത്തത് ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. എന്ത് ചെയ്യുക? ഒരു ലാർജ് പ്രൊക്യൂർമെന്റ്, സംഭരണം, ഏതെങ്കിലും വലിയൊരു സംഭരണത്തിന്റെ മേൽനോട്ടം, ഓവർസീയിങ്, മേൽനോട്ടം വഹിക്കുക. ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ, എന്തെങ്കിലും വലിയൊരു സംഭരണം അങ്ങനെയുള്ളതിന്റെ മേൽനോട്ടം തീർച്ചയായിട്ടും പർച്ചേസിംഗ് മാനേജർ ചെയ്യേണ്ടതുണ്ട്. ലിയേസൺ എന്ന് പറഞ്ഞ ബന്ധമാണ് കേട്ടോ, ബന്ധം. കമ്മ്യൂണിക്കേഷൻ ഓർ കോപ്പറേഷൻ വിച്ച് മേക്സ് ഈസി ഫോർ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ. നമ്മൾ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ കോപ്പറേഷൻ, സഹകരണം വേണം അല്ലെ. ഇതിന് വേണ്ടിയിട്ടാ which make easy for close working. ആളുകൾ തമ്മിലുള്ള നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പിന് എന്ത് വേണം? ഒരു കോപ്പറേഷൻ, സഹകരണം വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അതാണ് ലിയേസൺ എന്ന് പറഞ്ഞത്. ബന്ധം വേണം അല്ലെ. എല്ലാ രീതിയിലും ഇപ്പൊ നമ്മള് എല്ലാ സെക്ഷനിലുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻ, വെറുതെ പോയി വിശേഷം പറയല് മാത്രമല്ല, ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലാണ് അത് എന്തിലൂടെ നമുക്ക് പറ്റുള്ളൂ? നല്ല കമ്മ്യൂണിക്കേഷനില്, സഹകരണം, ഇതൊക്കെ അങ്ങനെ ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അത്രയും കാര്യങ്ങള് നമ്മൾ ഏതാണ്? പർച്ചേസിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയില് വന്നതാണ്. ക്ലിയർ ആയോ? നോക്കിയ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്തൂടെ? ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റും. അനുഷ്യ ഇവിടെ കമ്പ്യൂട്ടർ കേട്ടോ. അനുഷ്യക്ക് ഒരു പ്രാവശ്യം കൂടി വായിച്ചാൽ ഒരു വിധം കിട്ടും. ഫുള്ള് ബൈ ഹാർട്ട് അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പോയിന്റുകൾ ആൻസർ അവിടെ തന്നേക്കും. തന്നിട്ട് നമ്മളോട് എങ്ങാനും ഐഡന്റിഫൈ ചെയ്യാം, പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷന് വരുന്നതാണോ അല്ലയോ എന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നവർ എത്ര പേരുണ്ട്? ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങൾക്ക് ഈ ആൻസർ ഉണ്ടല്ലോ, ആൻസർ കണ്ടിട്ടല്ലേ? കിട്ടും. ഒന്നിനാണ് അശ്വതി.
ഓക്കെ, ശ്രുതിയൊക്കെ ഇട്ടിട്ടുണ്ട്. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് ആ വന്നത് അല്ലേ. ഏകദേശം പർച്ചേസിങ് ആ ഒരു സെക്ഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്ന പോയിന്റ്സ് ആണ്. ആൻസർ കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത്രയുള്ള കാര്യം അതിന് നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞത് SLAയുടെ സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് എന്നുള്ളത് അത് നോട്ട് ചെയ്തിട്ടോളണം. പിന്നെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സാധാരണയായി പ്രവർത്തിപ്പിക്കുന്ന പർച്ചേസിംഗ് മാനേജർ ആണ്. ആ 2 സെന്റൻസും അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. ഇനി അഥവാ ആ ഒരു സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചോദിക്കണമെങ്കിൽ പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അത് അവിടെ 3 ഓപ്ഷൻ അവിടെ തരും. 3 അല്ല 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പഠിച്ചിരിക്കുക. വൈകിട്ട് ആരും പഠിക്കേണ്ട. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണ്. അതിന് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യനൊക്കെ അല്ലേ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞിട്ടോ. ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരാൾക്കടെ കൂടി അവിടെ പറയുന്നുണ്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഫോർ അസിസ്റ്റന്റ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്കുകള് അല്ലെങ്കിൽ അസിസ്റ്റന്റുകളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. The purchasing clerk undertake a day-to-day work. ദൈനംദിന ജോലി ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ദിവസവും നടക്കുന്നത് അല്ലെ. ഡേ ടു ഡേ വർക്ക്, ദൈനംദിന ജോലി നടത്തുന്നത് അല്ലെ. ജോലി ഏറ്റെടുക്കുന്നത് ആരാണ്? പർച്ചേസിംഗ് ക്ലർക്ക് ആണ്. പർച്ചേസിംഗ് ക്ലർക്ക് അണ്ടർടേക്ക് ദ ഡേ ടു ഡേ വർക്ക്. ഒന്ന് നോട്ട് ചെയ്തോട്ടോ, ഡേ ടു ഡേ വർക്ക്. ഇനി എന്തൊക്കെ ചെയ്യണേ? കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡർ ആൻഡ് പർച്ചേസ് റിക്വസിഷൻ സോ ആസ് ടു ഓർഡർ മെറ്റീരിയൽസ്, ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. ഓക്കെ, എന്താ പറഞ്ഞേ? പർച്ചേസ് ഓർഡറുകള്, പർച്ചേസ് റിക്വസിഷൻ എന്നിവ കളക്ട് ചെയ്യുകയും മെർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മെർജ് ചെയ്യുക, ലയിപ്പിക്കുകയും വേണം. അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ, ഗുഡ്സ് എന്നിവ നമുക്ക് അങ്ങനെ ഇപ്പൊ ഓർഡർ ചെയ്യാൻ പറ്റും. കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് പർച്ചേസ് റിക്വസിഷൻ സോ ആസ് ടു ഓർഡർ. അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് മെറ്റീരിയൽസ്, ഗുഡ്സ്, സപ്ലൈ ഒക്കെ നമുക്കത് ഓർഡർ ചെയ്യാം. അത് നമുക്ക് എന്താ ചെയ്യാം? പർച്ചേസ് ഓർഡറും പർച്ചേസ് റിക്വസിഷനും ഒക്കെ കളക്ട് ചെയ്യുക, അത് മെർജ് ചെയ്യുക. പിന്നെ ഡെലിവർ ദം ടു ദ സപ്ലയർ. സപ്ലയറിന് അത് ഡെലിവർ ചെയ്യുന്നത് ആരാ? ആ ഓർഡർ മെറ്റീരിയൽസ് ഒക്കെ ഡെലിവർ ചെയ്യുന്നത് പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ എന്ത് ചെയ്യണം? അത് അവർക്ക് കയ്യിൽ ഇരുന്നാൽ മതിയോ? ഡെലിവർ ചെയ്യുക, അത് വിതരണം ചെയ്യുക. പിന്നെ റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ഓർഡർ അനുസരിച്ച് അല്ലെ, ആവശ്യത്തിന് ഓർഡർ അനുസരിച്ച് സ്റ്റോക്ക് പുതുക്കി ഓർഡർ ചെയ്യുക. റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം സ്റ്റോക്ക് അത് റിഫ്രഷ് ചെയ്യാന്ന് വെച്ചാൽ പുതുക്കുക, പുതുക്കി എന്ത് ചെയ്യുക? ഓർഡർ ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലൈസ് ഓൺ എ ഡെയിലി. സപ്ലയർ ആട്ടത്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. കണ്ടോ, നമുക്ക് സപ്ലയറുകളുമായിട്ട് എന്ത് ചെയ്യുക? ആശയവിനിമയം നടത്തുക. ഡെയിലി ബേസിസ് എന്നുണ്ട് കേട്ടോ. ദിവസേന സപ്ലയർമാരുമായിട്ട് ദിവസേന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. ഓക്കെ, എല്ലാ ദിവസേന സപ്ലയർമാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി അടുത്ത സ്ക്രൂട്ടിനൈസ് എന്ന് വെച്ചാൽ എന്താ? സൂക്ഷ്മ പരിശോധന നടത്തുക. സ്ക്രൂട്ടിനൈസ്. ഇനി നോക്കിയേ, സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൈൻസ്റ്റ് ദ ഓർഡർ. ഓർഡറുകൾക്ക് എതിരായിട്ടുള്ള ഈ ഡെലിവറികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇപ്പൊ നമ്മൾ 10 ഓർഡർ ചെയ്തു, അതിനെതിരായിട്ട് ഒരു 12 നമുക്ക് അത് ഡെലിവറി ചെയ്തു. അപ്പൊ അത് നമ്മൾ എന്താ? സ്റ്റോക്ക് ക്ലിയർ ചെയ്യണോ അല്ലെ? നമ്മൾ ഓർഡർ കൊടുത്ത അത്രയും മെറ്റീരിയൽസ് ഉണ്ടോ, അതേ ക്വാണ്ടിറ്റിയിലുള്ളതാണോ എന്നൊക്കെയുള്ളത് നമ്മൾ അത് എന്ത് ചെയ്യണം? സ്ക്രൂട്ടിനൈസ് ചെയ്യണം, സൂക്ഷ്മ പരിശോധന നടത്തണം. ആരാണ്? പർച്ചേസിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ്. അപ്പൊ അങ്ങനെ ഓർഡറുകൾക്ക് എതിരായിട്ടുള്ള ഡെലിവറികള് സൂക്ഷ്മമായി പരിശോധിക്കുക. ക്ലിയർ ആയോ? സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗൈൻസ്റ്റ് ദ ഓർഡർ. ഓർഡറുകൾക്ക് എതിരായിട്ടുള്ള ഡെലിവറികള് സൂക്ഷ്മമായി പരിശോധിക്കാം. പിന്നെ അടുത്ത എന്താ? ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓർഡർ ആട്ടോ അത്, ORDER.
സ്റ്റാറ്റസ് നമ്മൾ ട്രേസ് ചെയ്യുക, ഓർഡറിന്റെ സ്ഥിതി, ഓർഡറിന്റെ അവസ്ഥ നിങ്ങൾ ട്രേസ് ചെയ്യുക. പർച്ചേസിംഗ് ക്ലർക്ക് നിങ്ങൾ സ്റ്റാറ്റസ് ഇടാറില്ലേ? നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പൊ വേണമെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടണം അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ സ്റ്റാറ്റസ് ഇടാറില്ലേ? രേഷ്മ, ഷീന ഇവിടെ ഒരു ചിഹ്നം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ? നമുക്ക് അപ്പൊ എന്താ പറഞ്ഞേക്കണേ, ഓർഡറിന്റെ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. പിന്നെ നോക്കിയേ, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡർ, ഓവർ ഓർഡർ ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. ഇതെല്ലാം കൈകാര്യം ചെയ്യണം. കണ്ടോ, നോൺ സപ്ലൈഡ് ഓർഡർ, സപ്ലൈ ചെയ്യാത്ത ഓർഡറുകള്, വിതരണം ചെയ്യാത്ത ഓർഡറുകള്, ഓർഡറുകൾക്ക് കീഴിലുള്ള ഓർഡറുകള്, ഓവർ ഓർഡർ അമിതമായിട്ടുള്ള ഓർഡറുകള്, ഡാമേജ്ഡ് ഗുഡ്സ്. ഇനി നമ്മൾ വരുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം, കൈകാര്യം ചെയ്യണം. ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്, അണ്ടർ ഓർഡേഴ്സ്, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. അടുത്ത പോയിന്റ് എന്താ? മേക്ക് ഷുവർ ദാറ്റ് എനി ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലാട്ടോ, ബില്ല്. Make sure that any invoice are sent to accounts for payment. പേയ്മെന്റിനായിട്ട് അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ബില്ലുകൾ സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇടയ്ക്ക് അവർ ചെക്ക് ചെയ്യണം, പേയ്മെന്റിനായിട്ട് അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ബില്ലുകളൊക്കെ പോയിട്ടുണ്ടോ. അത് പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഒരു അസിസ്റ്റന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞതാട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. എന്താ, ഇടയ്ക്കിടയ്ക്ക് നമ്മള് പേയ്മെന്റുകൾ അക്കൗണ്ടിലേക്ക് പേയ്മെന്റിനായിട്ട് എന്തെങ്കിലും ബില്ലുകളൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. എല്ലാ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യുക. ജനറേറ്റ് ചെയ്യുന്ന വെച്ചാൽ സൃഷ്ടിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ പരിപാലിക്കുക. എല്ലാ റിപ്പോർട്ടുകളും സൃഷ്ടിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുക. അത്രയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞത്. ഒന്നുകൂടി പെട്ടെന്ന് നോക്കിയേ. Collect and merge purchase order and purchase requisition so as to order material, goods and supplies. Purchase order, purchase requisition ഇതൊക്കെ കളക്ട് ചെയ്യുക, അത് മെർജ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് മെറ്റീരിയൽസ് ഓർഡർ, സപ്ലൈകളൊക്കെ ഓർഡർ ചെയ്യുക. ഡെലിവർ സപ്ലൈയേഴ്സിന് ഡെലിവർ ചെയ്യുക, ഡെലിവർ ദം ടു സപ്ലൈയേഴ്സ്. പിന്നെ സപ്ലൈയേഴ്സിന് ഡെലിവറി ചെയ്യുക. സ്റ്റോക്കുകൾ ആൻഡ് ഓർഡേഴ്സ് ആർ റിക്വയർഡ്. എന്ത് ചെയ്യുക? റിഫ്രഷ് ചെയ്യുക, ആവശ്യാനുസരണം സ്റ്റോക്കുകൾ പുതുക്കുക. ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. ഓർഡർ അനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓർഡറുകൾ ഇതൊക്കെ പുനഃപരിശോധിക്കുക, അല്ലെങ്കിൽ എന്താ പുതുക്കി ഓർഡർ ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയർ ഓൺ എ ഡെയിലി ബേസിസ്. ദിവസേന സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ എപ്പോഴും അവരുമായിട്ടൊരു കണക്ഷൻ വേണം, അവിടെ കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ഓർഡറുകൾക്ക് എതിരെയുള്ള ഡെലിവറികള് സൂക്ഷ്മമായി പരിശോധിക്കുക. പിന്നെ നമുക്ക് എന്താ സ്റ്റാറ്റസ് ഓർഡറിന്റെ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക. പിന്നെ എന്താണ് നോൺ സപ്ലൈഡ് ഓർഡറുകൾ, അണ്ടർ ഓർഡർ, ഓവർ ഓർഡർ, ഡാമേജ്ഡ് ഗുഡ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യുക. പിന്നെ അക്കൗണ്ടിന് ഈ പേയ്മെന്റിനായിട്ട് എന്തെങ്കിലും ബില്ലുകള് അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ എല്ലാ റിപ്പോർട്ടുകളും സൃഷ്ടിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ജോബ് ഡിസ്ക്രിപ്ഷൻ. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് 3 ഇതാണ് പഠിച്ചത് അല്ല. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പറഞ്ഞു, പർച്ചേസിംഗ് മാനേജറിന്റെ പറഞ്ഞു, പർച്ചേസിംഗ് ക്ലർക്കിന്റെ പറഞ്ഞു. പിന്നെ അതിന് മുന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ലീസിംഗ്, ലെസി ആരാ, ലെസോ ആരാണ്, അഡ്വാൻറ്റേജ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഔട്ട്ലേ എന്താണ്, ഒബ്സോളൻസ് എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ പോയിന്റ്സ് ഒന്നും ആരും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ച് നമ്മുടെ മനസ്സിൽ ആ പോയിന്റ്സ് കിട്ടുന്ന രീതിയിലേക്ക് എത്തിച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്തിരി ലെങ്തി ചാപ്റ്റർ ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു പേജ് വെച്ച് നമുക്ക് പോയാൽ പറ്റില്ല. 2-2.5 പേജോളം നമുക്ക് ഒരു ക്ലാസ്സിൽ തീർക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.